അപ്പോൾ മക്കളെ എല്ലാവർക്കും ലീഡ്സ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ബയോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു ഹൃദയം എന്താണെന്നും ഹൃദയത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും എവിടെയാണ് ഹൃദയം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഹാർട്ടിൻ്റെ ഉള്ളിൽ ഒരു പേസ് മേക്കർ ഉണ്ടെന്നും ആ പേസ് മേക്കറിൻ്റെ പേര് സൈനോ ആട്രിയൽ നോഡ് എന്നാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. നമ്മുടെ ഹാർട്ടിലൊരു പേസ് മേക്കർ ഉണ്ടെന്നും ആ പേസ് മേക്കറിൻ്റെ പേര് സൈനോ ആട്രിയൽ നോഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് നിർത്തിയത് അല്ലേ. ഇതെല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ സൈനോ ആട്രിയൽ നോഡുകളാണ് നമ്മുടെ ഹൃദയത്തിനെ പേസ് മേക്കറായിട്ട് വർക്ക് ചെയ്യുന്നത്. പേസ് മേക്കർ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ പേസ് മേക്കർ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഹാർട്ടിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്ന, ഹാർട്ട് ചുരുങ്ങാനും വികസിക്കാനും ഹാർട്ടിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കുന്നത് എന്തിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്? ഈ സൈനോ ആട്രിയൽ നോഡിൻ്റെ സഹായങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാർട്ടിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും. അതായത് ഈ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കോൺട്രാക്ഷൻ റിലാക്സേഷനും നടന്നില്ല, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യോ? ഇല്ല. അപ്പൊ ചില ആൾക്കാരിൽ നമ്മുടെ ഹാർട്ടിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും പണ്ടത്തെ പോലെ അല്ലെ എല്ലാ മനുഷ്യരിലും നടക്കുന്ന പോലെ സുഗമമായിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കില്ല. അങ്ങനെ സ്മൂത്ത് ആവാണ്ട് നടക്കാൻ വരുമ്പോൾ കാരണം എന്താ, അവിടെ ഹൃദയത്തിലെ പേസ് മേക്കർ അതായതുള്ള സൈനോ ആട്രിയൽ നോഡിന് സൈനോ ആട്രിയൽ നോഡ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാക്കുന്നതിൻ്റെ അളവ് അല്ലെങ്കിൽ റേറ്റ് അല്ലെങ്കിൽ എമൗണ്ട് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സൈനോ ആട്രിയൽ നോഡിന് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നതുകൊണ്ട് ചെയ്യും ഹാർട്ടിൻ്റെ സൈനോ ആട്രിയൽ നോഡ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാക്കുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാക്കുന്നത് കുറവാണെങ്കിൽ ഹാർട്ടിൻ്റെ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹാർട്ട് ബീറ്റിന് എന്ത് ചെയ്യും, അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യും, ഗ്രാജുവലി മനുഷ്യന് കാർഡിയാക് അറസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഹാർട്ടിൻ്റെ പേസ് മേക്കറായിട്ട് പ്രവർത്തിക്കുന്ന സൈനോ ആട്രിയൽ നോഡ്, ഹാർട്ടിൻ്റെ പേസ് മേക്കറായിട്ട് പഠിക്കുന്ന സൈനോ ആട്രിയൽ നോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, സൈനോ ആട്രിയൽ നോഡ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസിന് എന്ത് ചെയ്യും, അളവ് കുറയും. അങ്ങനെ പൾസ് ജനറേറ്ററിലുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ അളവ് കുറയും. അങ്ങനെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഹാർട്ട് ബീറ്റിൻ്റെ നമ്പറിൽ ഒന്നെങ്കിൽ കൂടുകയോ ചെയ്യും. അതായത് ഹാർട്ട് ബീറ്റിൻ്റെ കുറവ് നമുക്ക് എന്ത് ചെയ്യും, അനുഭവപ്പെടും. അങ്ങനെ ഹാർട്ട് ബീറ്റിൻ്റെ കുറവ് അനുഭവപ്പെടുമ്പോൾ എന്ത് ചെയ്യും, മനുഷ്യൻ സാധാരണ രീതിയിൽ കാർഡിയാക് അറസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഹാർട്ട് നിന്ന് പോകുന്ന അവസ്ഥ, കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും, മനുഷ്യൻ മരിച്ചു പോകും. അങ്ങനത്തെ കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മനുഷ്യൻ മരിച്ചു പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ കാലഘട്ടം, അതായത് 21ാം നൂറ്റാണ്ടിൽ നമ്മൾ എന്ത് ചെയ്ത് പുതിയ മെഷീനുകളൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങി. അങ്ങനെയുള്ള ഒരു മെഷീനിൻ്റെ പേരാണ് മെഷീൻ്റെ പേരെന്താണ്? ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ. മെഷീൻ്റെ പേരെന്താണ്? ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ. നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ കാരണം എന്താ, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ല, മനുഷ്യനുണ്ടാക്കിയ ഒരു പേസ് മേക്കർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് വിളിച്ചു, ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്ന് വിളിച്ചു. ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്താ ചെയ്യാന്നറിയോ? ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ നമ്മൾ ഹൃദയത്തിൻ്റെ റിബ് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്കിന്നിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ തൊലീൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, നമ്മൾ ഹൃദയത്തിൻ്റെ അടുത്ത് വെച്ച് നോക്കും. ആ ഹൃദയത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ ഒരു പൾസ് ജനറേറ്റർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് നമ്മളെന്താ ചെയ്യുക, ഓപ്പറേഷൻ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹാർട്ടിന് വർക്കിംഗ് കുറവാണെങ്കിൽ നമുക്ക് അതിയായ വേദനയൊക്കെ അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ എന്ത് പറയും, നമ്മുടെ എസ് എ നോഡ് അഥവാ സൈനോ ആട്രിയൽ നോഡ് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്കൊരു ഹാർട്ടിൽ ഓപ്പറേഷൻ നടത്തിയിട്ട് നിങ്ങൾക്കൊരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, ഡോക്ടർ റിബ് മുറിച്ചിട്ട്, നമ്മുടെ റിബ് എന്താണെന്ന് അറിയില്ലേ, ആ റിബ് മുറിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ സ്കിന്നിൻ്റെ ഉള്ളിൽ കൂടെ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെക്കും. ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിന്റെ മക്കളെ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തെ ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു? ഒരു പൾസ് ജനറേറ്റർ എന്ന് വിളിച്ചു. ആദ്യത്തെ ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു? പൾസ് ജനറേറ്റർ എന്ന് വിളിച്ചു. പൾസ് ജനറേറ്റർ എന്ന് വിളിച്ചാൽ എന്താ പറയുന്ന മിടിപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം, അതായത് ഒരു മിടിപ്പ് ഉണ്ടാക്കുന്നതില്ലേ, ആ മിടിപ്പ് ഉണ്ടാക്കുന്ന സാധനത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പൾസ് ജനറേറ്റർ എന്ന് വിളിച്ചത്. അങ്ങനെ നമ്മൾ പഠിച്ചു ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ആദ്യത്തെ ഭാഗത്തെ നമ്മൾ എന്ത് വിളിച്ചു? പൾസ് ജനറേറ്റർ എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഭാഗത്തെ എന്ത് വിളിച്ചു? ഈ പൾസ് ജനറേറ്റർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നല് മക്കളെ ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ ഭാഗമായ ഇലക്ട്രിക്കൽ പൾസ് ജനറേറ്ററിന്റെ രണ്ടാമത്തെ ഭാഗം, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിന്റെ രണ്ട് ഭാഗങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. പൾസ് ജനറേറ്ററും ഉണ്ടെന്നും രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിറ്റർ എന്നും പറയുന്നു. അതായത് ഈ പൾസ് ജനറേറ്റർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗവുമാണ് എന്തിലുള്ളത്? പേസ് മേക്കറിലുള്ളത്. പേസ് മേക്കറിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗത്തെ നമ്മൾ പൾസ് ജനറേറ്റർ എന്ന് വിളിച്ചു. പൾസ് ജനറേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഹൃദയത്തിന്റെ മിടിപ്പ്, ആർട്ടിഫിഷ്യലായിട്ട് മിടിപ്പ്, ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിലെ പൾസ് ജനറേറ്റർ ആണ്. അങ്ങനെ ഈ പൾസ് ജനറേറ്റർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ ഭാഗം ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണോ എന്തുള്ളത്? എന്തിലാണുള്ളത്? നമ്മുടെ ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിലുള്ളത്. ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന പേരുള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. മക്കൾ പഠിച്ചു വെക്കണേ, ഓർമ്മിച്ച് വെക്കണേ. അതായത് ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന പേരുള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ഏകദേശം 1960 മുതൽ എന്ത് ചെയ്തു? ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ കൊണ്ടുള്ള ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെക്കാനുള്ള സർജറി എന്ത് ചെയ്തു? 1960 മുതൽ എന്ത് ചെയ്തു? സർജറികൾ ചെയ്തു തുടങ്ങി. 1960 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം എത്ര വർഷമായി? ഇപ്പൊ ഏകദേശം 60 വർഷമായി ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ട്? സർജറി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആലോചിച്ച് നോക്കും മക്കളെ, ഈ 60 വർഷങ്ങൾ കൊണ്ട് ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിന്റെ ഇൻവെൻഷൻ കാരണം നമുക്ക് എത്ര പേരുടെ ജീവൻ സഹായിക്കാൻ പറ്റി അല്ലേ? സയൻസിന്റെ ഇൻവെൻഷൻസ് കാരണം, സയൻസിന്റെ പ്രോഗ്രസ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പല ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റി അല്ലെ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ഒരു പേസ് മേക്കർ ഉണ്ട്. മനുഷ്യ ശരീരത്തിലെ പേസ് മേക്കർ ഉണ്ട്. ഈ പേസ് മേക്കറിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്താന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റിന്റെ റിതം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ഈ പേസ് മേക്കറിന്റെ ഫംഗ്ഷൻ. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഹാർട്ടിന്റെ റിലാക്സേഷനും കോൺട്രാക്ഷനും നടക്കുന്നത് കൊണ്ടാണ്. ഈ ഹാർട്ട് റിലാക്സേഷനും കോൺട്രാക്ഷനും നടന്നാൽ മാത്രമേ എന്ത് ചെയ്യും? ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ചില ആൾക്കാരിൽ ജന്മന അഥവാ ജനിച്ചപ്പോഴോ അല്ലെങ്കിൽ വയസ്സാവുന്നതോ കൂടെ എന്ത് ചെയ്യും? ഈ സൈനോ ഏട്രിയൽ നോഡിന്റെ ഫംഗ്ഷനിങ് എബിലിറ്റി, അതായത് പേസ് മേക്കറിന്റെ ഫംഗ്ഷൻ ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അപ്പം നമുക്ക് ചിന്ത ചെയ്യും, ഹൃദയത്തിന് വേദന അനുഭവപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും നമ്മളടുത്ത് നമ്മുടെ പേസ് മേക്കറായ സൈനോ ഏട്രിയൽ നോഡിന്റെ ഫംഗ്ഷനുകൾ എന്ത് ചെയ്തു? റിലേറ്റീവ്ലി കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാർട്ടിന്റെ ബ്ലഡിന്റെ പമ്പിങ് എന്ത് ചെയ്യും? കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്കൊരു സർജറി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വെക്കാമെന്ന് പറയും. അപ്പോൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്ന് നമ്മൾ വിളിക്കാൻ കാരണം എന്താ? ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെന്റ് അഥവാ ഒരു ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിന്റെ ഫംഗ്ഷൻ എന്താണ്? ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഒരു ഇമ്പൾസ് ജനറേറ്റർ ഉണ്ടാവും. ആ ഇമ്പൾസ് ജനറേറ്റർ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹാർട്ടിന് എന്ത് ചെയ്യും? ബീറ്റ് ചെയ്യിപ്പിക്കും.
അതേകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത് മക്കളെ. ആദ്യത്തെ ഭാഗത്തെ നമ്മൾ പൾസ് ജനറേറ്റർ എന്നും രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിറ്റർ എന്നും വിളിച്ചു. അതായത് ഈ പൾസ് ജനറേറ്റർ ഉണ്ടാക്കിയ ഇലക്ട്രിക്കൽ സിഗ്നലെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ഭാഗം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ വിൽസൺ ഗ്രേറ്റ് ബാച്ച്, അങ്ങനെ എന്ത് പറയുന്നു മക്കളെ, വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന പേരുള്ള ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. മനസ്സിലായേ? ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഉണ്ടാക്കിയത്. മനസ്സിലായല്ലോ? അങ്ങനെ 1960 മുതൽ 1960s മുതൽ എന്ത് ചെയ്തു, നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഉപയോഗിച്ചിട്ടുള്ള സർജറികൾ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 60 വർഷത്തോളം ലക്ഷക്കണക്കിന് ആളുകൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റി, ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിന്റെ ഇൻവെൻഷനോടെ നമുക്കെന്ത് ചെയ്യാൻ പറ്റി, രക്ഷിക്കാൻ പറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്നത്, ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിൽ പഠിക്കാനുള്ളത്. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ഈ സയന്റിസ്റ്റിന്റെ പേര് എന്തായാലും ഓർമ്മിച്ച് വെക്കുക കേട്ടോ. സയന്റിസ്റ്റിന്റെ പേര് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ എന്തായാലും എന്ത് ചെയ്യാൻ പോകുന്നത്, ചോദിക്കാൻ പോകുന്ന ചാൻസ് ഉള്ള ഒരു പേരാണ് എന്ത് ചെയ്യുന്നത്, ഈ സയന്റിസ്റ്റിന്റെ പേര്. ആരാണ് സയന്റിസ്റ്റിന്റെ പേര്? എന്തായാലും വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സർക്കുലേഷൻ എന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞൂടെ അല്ലേ? ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ദ ബോഡി ഈസ് കോൾഡ് സർക്കുലേഷൻ. ബോഡി കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, സർക്കുലേഷൻ എന്ന് വിളിച്ചത്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ, ഹാർട്ടിലേക്ക് ബ്ലഡ് എന്ത് ചെയ്തു, 2 പ്രാവശ്യം മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. 2 പ്രാവശ്യം ഒരു സൈക്കിളിൽ ഹാർട്ടിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് 2 പ്രാവശ്യം പോകുന്നുണ്ട് അല്ലെ. ആദ്യം ഇംപ്യൂർ ബ്ലഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്ത് റൈറ്റ് വെൻട്രിക്കിളിൽ കൂടെ ലങ്സ് പോയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കൂടെ പോകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നത്, ഹാർട്ടിൽ കൂടെ എന്ത് ചെയ്യുന്നു, ബ്ലഡ് 2 പ്രാവശ്യം പോകുന്നു. ദ ബ്ലഡ് ഗോസ് ടു ദ ഹാർട്ട് in 2 times in a single cycle. ഒരു സിംഗിൾ സൈക്കിളിൽ ഒരു സൈക്കിൾ എന്ത് ചെയ്യുന്നു, ഹാർട്ടിൽ കൂടെ ബ്ലഡ് 2 പ്രാവശ്യം പോകുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കാൻ കാരണം ഹാർട്ടിൽ കൂടെ ബ്ലഡ് ഒരു സൈക്കിളിൽ എന്ത് ചെയ്യുന്നു, 2 പ്രാവശ്യം പോകുന്നു. അതായത് ആദ്യം റൈറ്റ് വെൻട്രിക്കിളിൽ കൂടെ പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കൂടെ പോകുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. ഈ ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, എല്ലാ ഓർഗാനിസത്തിലും ഉണ്ടാകുന്ന ഒരു പ്രോസസ് അല്ല ഡബിൾ സർക്കുലേഷൻ. ഹൈലി എന്താ പറയുക, ഹൈലി ഇവോൾവ്ഡ് ആയിട്ടുള്ള ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ടുള്ള ഹ്യൂമൻ, അതായത് മനുഷ്യന്മാർ അല്ലെങ്കിൽ തന്നെ നമ്മുടെ താഴെ കിടക്കുന്ന ചിമ്പാൻസീസ് പോലുള്ള ഗോറില്ല പോലുള്ള എവല്യൂഷൻ ട്രീയിൽ മുകളിൽ കിടക്കുന്ന ഓർഗാനിസത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡബിൾ സർക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഡബിൾ സർക്കുലേഷൻ ചെയ്യുന്ന ജീവികൾ എന്തായിരിക്കും, യൂഷ്വലി വാം ബ്ലഡഡ് ജീവികളായിരിക്കും. വാം ബ്ലഡഡ് ജീവികൾ എന്ന് പറഞ്ഞാൽ ചൂട് രക്തമുള്ള ജീവികളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡബിൾ സർക്കുലേഷൻ ചെയ്യുന്നത്. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷെ മക്കൾ മനസ്സിലാക്കിയൊക്കെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് എല്ലാ ഓർഗാനിസത്തിന്റെ കേസിലും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, ഡബിൾ സർക്കുലേഷൻ കാണാൻ പറ്റില്ല. ഡബിൾ സർക്കുലേഷൻ കാണുന്നത് എവല്യൂഷൻ ട്രീയിൽ ഹൈലി എവോൾവ്ഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഹ്യൂമൻസിലൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡബിൾ സർക്കുലേഷൻ കാണാൻ പറ്റും. അങ്ങനെ ഡബിൾ സർക്കുലേഷൻ 2 തരത്തിലുള്ള ഡബിൾ സർക്കുലേഷൻ ആണുള്ളത്. ആദ്യത്തെ ഡബിൾ സർക്കുലേഷൻ നമ്മൾ എന്ത് വിളിച്ചു, സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്നും രണ്ടാമത്തെ സർക്കുലേഷൻ എന്ത് വിളിച്ചു, പൾമിനറി സർക്കുലേഷൻ എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് എന്ത് പറയാം, സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ അലോങ് വിത്ത് ദ പൾമിനറി സർക്കുലേഷൻ ഈസ് കോൾഡ് ആസ് ഡബിൾ സർക്കുലേഷൻ. അതായത് സിസ്റ്റമാറ്റിക് സർക്കുലേഷനും പൾമിനറി സർക്കുലേഷനും കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ നമ്മുടെ ഈ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളില്ലേ മക്കളെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് ചെയ്യും, പ്യൂർ ബ്ലഡ് എന്ത് ചെയ്യും, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടേന്റെ ഹെൽപ്പോടെ ആർട്ടറി കൂടെ എന്ത് ചെയ്യും, ബോഡീന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് സർക്കുലേഷന്റെ അവസാനത്തെ സ്റ്റേജിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ആർട്ടറീസിൽ കൂടെ ബ്ലഡ് എന്ത് ചെയ്യും, എല്ലാ ഭാഗത്തേക്ക് എത്തും. ആ എല്ലാ ഭാഗത്തേക്ക് എത്തിയ ബ്ലഡ് എന്ത് ചെയ്യും, അവിടെ സെല്ലിലൊക്കെ യൂട്ടിലൈസേഷൻ നടന്നിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ന്യൂട്രിയൻസ് എല്ലാം സെല്ലുകളിലേക്ക് എത്തിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള സെല്ലുകളിൽ നിന്ന് എന്ത് ചെയ്യും, ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, വേരിൽ കൂടെ തന്നെ എന്ത് ചെയ്യും, സുപ്പീരിയർ വീനക്കാവ് വഴിയും ഇൻഫീരിയർ വീനക്കാവ് വഴിയും എന്ത് ചെയ്ത്
എന്ത് ചെയ്യുന്നു? റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻട്രി ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻട്രി ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ? ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് വിളിച്ചത്. എന്താണ് മക്കളെ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് വിളിച്ചത്? അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന, ഒന്നുകൂടി ശ്രദ്ധിച്ച മക്കളെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് വിളിച്ചത് അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ കാണാം. ദ സർക്കുലേഷൻ വിച്ച് സ്റ്റാർട്ട്സ് ഇൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ റൈറ്റ് വെൻട്രിക്കിൾ ഈസ് കോൾഡ് ആസ് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ. സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ happens as a result in which when the heart contracts, the blood from the left ventricle moves through the aorta and it reaches the different parts of the body. From the different parts of the body, as a result of metabolism, carbon dioxide will be released, and blood along with the carbon dioxide will move through the veins and will be collected with the help of inferior and superior vena cava and reaches the right atrium. ഇതല്ലേ നമ്മൾ പഠിക്കുന്നത്? ഈ നടക്കുന്ന സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് വിളിച്ചത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ തീരുന്ന സർക്കുലേഷൻ നമ്മൾ എന്ത് വിളിച്ചു? സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് വിളിച്ചു. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമല്ലേ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങനെ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? പൾമണറി സർക്കുലേഷൻ എന്നാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? പൾമണറി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. പൾമണറി എന്നുള്ള വാക്ക് വരുമ്പോൾ, പൾമണറി എന്ന് വാക്ക് വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ലങ്സുമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ശ്വാസകോശം ലങ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സർക്കുലേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യും? പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തിയിട്ട് പൾമണറി വെയിനി വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് തിരിച്ചു വരുന്ന സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചത്. മക്കളെ ശ്രദ്ധിക്ക്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നിട്ടുള്ള ഇംപ്യൂർ ബ്ലഡ് പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്യുന്നു? ലങ്സിലെത്തുന്നു. ലങ്സിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ വഴി മിക്സ് ആവുകയും പ്യൂർ ബ്ലഡ് പൾമണറി വെയിൻ വഴി എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചത്. ഞാൻ അധികം മുന്നേ പറഞ്ഞ പോലെ തന്നെ പൾമണറി എന്ന് പറയുമ്പോൾ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഇവിടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ നമുക്കിവിടെ സർക്കുലേഷൻ നടക്കുന്നത്? അല്ലേ? സർക്കുലേഷൻ നടക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ലങ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് വിളിച്ചു? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചു. അപ്പൊ ഡെഫിനിഷൻ നമ്മളോട് ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? പൾമണറി സർക്കുലേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഡബിൾ സർക്കുലേഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ മൂവ്സ് ഔട്ട് through pulmonary artery and it reaches the lungs. From the lungs it gets deoxygenated and carried back to the left atrium with the help of pulmonary vein, and this cyclic process is called as pulmonary circulation. മനസ്സിലായോ മക്കളെ? ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറയുന്നത്? ഡബിൾ സർക്കുലേഷനിൽ പഠിക്കാൻ പോകുന്നത്. ഡബിൾ സർക്കുലേഷനിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്താണെന്നും രണ്ടാമത് പഠിക്കാനുള്ളത് നമുക്ക് എന്താ? പൾമണറി സർക്കുലേഷൻ എന്താണെന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? മനസ്സിലായോ? എല്ലാവർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ? നമുക്ക് ഹാർട്ടിന് 4 ചാമ്പർ ഉണ്ടെന്ന് അറിയാം അല്ലേ? റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെന്നും പറയാം. അപ്പൊ ഈ 4 ഇതിൽ കൂടെ അപ്പൊ എന്ത് ചെയ്യുന്നു? ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പം ഈ അറകളിൽ കൂടെ, ഹാർട്ടിന്റെ അറകളിൽ കൂടെ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ചാമ്പേഴ്സ് കൂടെ എന്ത് ചെയ്ത് ബ്ലഡ് 2 പ്രാവശ്യം പോകുന്നു അല്ലേ? ആദ്യം മക്കൾ നോക്കുക, ഇതിൽ കൂടെ ബ്ലഡ് 1 പ്രാവശ്യം പോകുന്നു, ആസ് എ റിസൾട്ടായിട്ട് ഇതിൽ കൂടെ വേറൊരു പ്രാവശ്യം ബ്ലഡ് പോകുന്നു. അങ്ങനെ ബ്ലഡ് 2 പ്രാവശ്യം ഹാർട്ടിന്റെ ചാമ്പേഴ്സ് കൂടെ പോകുന്നതുകൊണ്ടല്ലേ നമ്മൾ അതിനെന്ത് വിളിച്ചത്? ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചത്. ഡബിൾ സർക്കുലേഷൻ മെയിൻലി കൺസിസ്റ്റ് ഓഫ് 2 processes, and the first process is called as systematic circulation and the very second process is called as pulmonary circulation. Systematic circulation is the process by which blood from left ventricle reaches the different parts of the body and deoxygenated blood is carried back to the heart and reaches the right atrium. This process is called as pulmonary circulation. രണ്ടാമത്തെ പ്രോസസ്സിനെ എന്ത് നമ്മൾ വിളിച്ചു? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചു.
ആദ്യത്തെ ആദ്യത്തെ മക്കളെ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ ആണ്. രണ്ടാമത് നമ്മൾ എന്ത് വിളിച്ചു? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചു. പൾമണറി സർക്കുലേഷൻ നമ്മൾ വിളിക്കാൻ കാരണം എന്താ? അത് ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സർക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് വിളിച്ചു? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചു. അപ്പോൾ പൾമണറി സർക്കുലേഷൻ എന്താണ് നടക്കുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ലങ്സിലേക്ക് എത്തുകയും ലങ്സിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് മക്കൾ എന്ത് ചെയ്യുക? ഇതെല്ലാവരും നല്ലോണം ഒന്ന് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. മക്കളെ ശ്രദ്ധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 36 എന്ത് ചെയ്യാം? ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ആ ഫ്ലോ ചാർട്ടിലുള്ള ഭാഗത്തിൽ നമ്മൾ പറയുന്ന പൾമണറി സർക്കുലേഷൻ ഏതിലൂടെ ഓർഗൻസിൽ ഏതൊക്കെ ഭാഗങ്ങളിലൂടെ പൾമണറി സർക്കുലേഷൻ നടക്കുന്നെന്നും ബാക്കി ഏതൊക്കെ ഭാഗങ്ങളിലൂടെ സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ നടക്കുന്നു എന്നാണ് നമുക്ക് ആ ഫ്ലോ ചാർട്ടിൽ നമുക്ക് ഫിൽ ചെയ്യാനുള്ളത്. ഈ ഫ്ലോ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിനെ ചോദിക്കുമ്പോൾ എന്താ ചെയ്യുക? ഡബിൾ സർക്കുലേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യണം? എന്തുകൊണ്ട് നമ്മൾ ഫ്ലോ ചാർട്ട് വരച്ചിരിക്കണം? ഈ ഫ്ലോ ചാർട്ട് നമ്മൾ വരച്ച പേപ്പർ ചെക്ക് ചെയ്യുന്ന എക്സാമിനർക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഈ ഡബിൾ സർക്കുലേഷൻ എന്നുള്ള ഭാഗത്തിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല അറിവുണ്ടെന്ന് ആർക്ക് മനസ്സിലാക്കും? എക്സാമിനർ വരച്ചേക്കും. അപ്പോൾ എക്സാമിനർ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ, അതായത് സിസ്റ്റമാറ്റിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫ്ലോ ചാർട്ട് വരക്കണം. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ പൾമണറി സർക്കുലേഷൻ അല്ലേ? പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർക്കുലേഷൻ ആണ് എന്ത് ചെയ്യുക? പൾമണറി സർക്കുലേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പൾമണറി സർക്കുലേഷൻ ആദ്യം എവിടെ തുടങ്ങുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങുന്നു അല്ലേ? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങുന്നു. പൾമണറി സർക്കുലേഷൻ എന്ത് ചെയ്യുന്നു? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങുന്നു. റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയില്ലേ? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി, അതായത് പൾമണറി ആർട്ടറിയുടെ സഹായത്തോടെ ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തുന്നു? ലങ്സിലേക്ക് എത്തുന്നു. നമ്മൾ ആർട്ടറിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചത്? ഹൃദയത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ആർട്ടറിയാണെന്ന് നമ്മൾ മനസ്സിലായല്ലോ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? പൾമണറി ആർട്ടറിയാണ്. ഈ പൾമണറി ആർട്ടറി കൂടെ പോയ ബ്ലഡ് എവിടെ എത്തുന്നു? ലങ്സിലെത്തുന്നു. പൾമണറി ആർട്ടറി കൂടെ പോയ ബ്ലഡ് എവിടെ എത്തുന്നു? ലങ്സ് എത്തുന്നു. ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസകോശത്തിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ലങ്സ് എന്ന് വിളിച്ചത്. അത് എല്ലാവർക്കും അറിയാലോ. ലങ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഓക്സിനേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറുന്നത് എവിടെ വെച്ചിട്ടാണ്? ലങ്സിൽ വെച്ചിട്ടാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ഓക്സിജനുമായിട്ട് കലരുന്നത്, അതായത് മിക്സ് ചെയ്യുന്നത് എന്താണ്? അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ലങ്സിൽ വെച്ചിട്ടാണ് ഓക്സിനേഷൻ നടക്കുന്നത് നമ്മൾ മനസ്സിലായി. ഓക്സിനേഷൻ നടന്നു കഴിഞ്ഞാൽ ബ്ലഡ് പ്യുവർ ബ്ലഡ് ആവുകയാണോ ചെയ്യുക? ഇൻപ്യുവർ ബ്ലഡ് ആവുകയാണോ ചെയ്യുക? ഓക്സിനേഷൻ നടന്നു കഴിഞ്ഞാൽ ബ്ലഡ് എന്ത് ചെയ്യും? പ്യുവർ ബ്ലഡ് ആയിട്ട് മാറും. ആ പ്യുവർ ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യും? പൾമണറി വെയിൻ്റെ ഹെൽപ്പോടെ എങ്ങോട്ടേക്ക് എത്തിക്കും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കും. പൾമണറി വെയിൻ്റെ ഹെൽപ്പോടെ എന്ത് ചെയ്യും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഹൃദയത്തിലേക്ക് ബ്ലഡുകൾ കൊണ്ടുവരുന്നത് ആരാണ്? ഏട്രിയമാണെന്ന് നമ്മൾ പറഞ്ഞോ? വെയിൻ ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലങ്സിൽ നിന്ന് പൾമണറി വെയിൻ വഴി എങ്ങോട്ട് എത്തുന്നു? ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇത് മക്കളെ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. അതേ കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിൽ തീരുന്ന ബ്ലഡ് സർക്കുലേഷനെ നമ്മൾ എന്ത് വിളിച്ചു? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിൽ തടയുന്ന ബ്ലഡ് സർക്കുലേഷനെ നമ്മൾ എന്ത് വിളിച്ചു? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിച്ചു. അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇനി നമ്മൾ എന്താണെന്ന് അടിക്കാൻ പറഞ്ഞാൽ സാർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സർക്കുലേഷനാണ്. സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ റിസൾട്ടൻ്റ് ആയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ തടയുന്ന ബ്ലഡ് സർക്കുലേഷനെ നമ്മൾ എന്ന് വിളിച്ചു? സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് വിളിച്ചു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യൂ? മഹാധമനി അഥവാ അയോട്ട വഴി എന്ത് ചെയ്തു? ബ്ലഡ് പുറത്തേക്ക് പോകുന്നു അല്ലേ? ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ബ്ലഡ് എത്തുന്നു. നാനാഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സെല്ലുകളിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡ് എത്തുന്നത്. ബ്ലഡിലുള്ള ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യുന്നു? സെല്ല് അബ്സോർബ് ചെയ്യുന്നു. അയോട്ടയിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ബ്ലഡ് എത്തുന്നു. അവിടുന്ന് ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഇംപ്യൂർ ബ്ലഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് രക്തമായിട്ട് കറങ്ങുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡുള്ള രക്തത്തിന് എന്ത് ചെയ്യുന്നു? ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വെയിനിൻ്റെ ഹെൽപ്പോടെ എന്ത് ചെയ്യുന്നു? വീനക്കാവയിൽ എത്തുന്നു. എവിടെ എത്തുന്നു? സുപ്പീരിയർ വീനക്കാവി, ഇൻഫീരിയർ വീനക്കാവി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ നമ്മൾ എവിടെ എത്തുന്നു മക്കളെ? വീനക്കാവയിൽ എത്തുന്നു. വീനക്കാവയിൽ നിന്ന് ബ്ലഡ്
റൈറ്റ് ഏട്രിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പഠിച്ചത്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, സിസ്റ്റമാറ്റിക് സർക്കുലേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ എന്തായാലും എന്താ പറയുക, എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും എല്ലാ പരീക്ഷയ്ക്കും ഫൈനൽ എക്സാമിനും ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് കാണുന്ന ഒരു പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഡബിൾ സർക്കുലേഷനെ പറ്റി നമുക്ക് എക്സാമിനെ ചോദിച്ചാൽ നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്താണെന്നും അതിൻ്റെ 2 ടൈപ്പ് സർക്കുലേഷൻ ഉണ്ടെന്നും സിസ്റ്റമാറ്റിക് സർക്കുലേഷനും പൾമനറി സർക്കുലേഷനും ഉണ്ടെന്നും അതിൻ്റെ ഈ ഫ്ലോ ചാർട്ട് വരച്ചിട്ട് എന്ത് ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുമാണ്. മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് എഴുതുക. എന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ദയവായിട്ട് ചോദിക്കുക. കാര്യങ്ങൾ ആരും ഡൗട്ടൊന്നും ചോദിക്കുന്ന കാണുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പഠിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നല്ലോണം പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നുകൊണ്ട് താങ്ക് യു.